നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. കളിച്ച എല്ലാ മത്സരങ്ങളിലും ആധികാരികമായി വിജയം നേടിക്കൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയിട്ടുള്ളത്. ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് സ്പെയിനിന്റെ എതിരാളികൾ. വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക. നിലവിൽ സ്പെയിനിന് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തുന്ന സൂപ്പർ താരമാണ് റോഡ്രി. സ്പെയിനിന്റെയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മധ്യനിരയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഇപ്പോൾ ഈ ഒരു സൂപ്പർ താരം. റയൽ മാഡ്രിഡ് സൂപ്പർ താരവും അതുപോലെ തന്നെ സ്പെയിനിൽ റോഡ്രിയുടെ സഹതാരവുമായ ഡാനി കാർവഹൽ താരത്തെ ഇപ്പോൾ റയലിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഉള്ളത്. റോഡ്രിയോട് റയലിലേക്ക് പോരാൻ താൻ എല്ലാ ദിവസവും പറയാറുണ്ട് എന്നാണ് കാർവഹൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തോട് പറയാറുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് പോരാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും ഇവിടെ എനിക്ക് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് എന്നത്. അതാണ് അദ്ദേഹത്തിന് തടസ്സമായി കൊണ്ട് നിലകൊള്ളുന്നത്. എന്നാൽ റോഡ്രി റയലിന് പറ്റിയ ഒരു താരമായിരിക്കും, അത് എനിക്ക് ഉറപ്പാണ്. അത് എല്ലാ നിലയിലും എനിക്ക് പറയാൻ സാധിക്കും. ഇതാണ് ഡാനി കാർവഹൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ബാലൻഡിയോർ പോരാട്ടത്തിൽ സജീവമായി നിലകൊള്ളാൻ റോഡ്രിക്ക് കഴിയുന്നുണ്ട്. ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിൽ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിന് 2027 വരെ ക്ലബ്ബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഒരൽപ്പം കുറവാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.